ഹായ് പ്രിയമുള്ളവരെ, സുനിൽ വാസ്തവാണ്. ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂരാണ്. ഗുരുവായൂരിൽ കിഴക്കേ നടയാണുള്ളത്. ഗുരുവായൂർ കിഴക്കേ നടയിൽ നിന്ന് ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം എന്താ പറയുക, ഭയങ്കര ഫീല്. ഗുരുവായൂർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സ് തളർന്ന് വിളിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ വിളിക്കുന്ന മാതിരിയാണ്. അങ്ങോട്ട് വാ എന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ നമുക്ക് ഗുരുവായൂരിലെ വിശേഷങ്ങൾ അറിയാം. ഓക്കെ, മണിക്കൂറും ഉണർന്നിരിക്കുന്ന ഒരു ക്ഷേത്ര നഗരമാണ് ഗുരുവായൂര്. ഒരുപാട് പേര് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ സമയവും ഒരുപാട് പേര് വരുന്ന, ഭക്തന്മാർ വരുന്ന ഒരു ക്ഷേത്ര നഗരം ഗുരുവായൂര്. പകലും രാത്രിയും ഒക്കെ ചെല്ലുന്നവർക്ക് മാനസികമായ ആനന്ദം, അതാണ് ഗുരുവായൂരിന്റെ പ്രത്യേകത. നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഗുരുവായൂർ പോയി ഒന്ന് തൊഴുത് വന്നാൽ മനസ്സിനൊരു സുഖമാണ്. പ്രത്യേകിച്ച് ഒരു ഭയങ്കര പോസിറ്റീവ് വൈബാണ്. അതുകൂടാതെ തന്നെ അവിടെ കാഴ്ചകള്, കലാപരമായി ചിന്തിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുക. കാരണം കുറച്ച് എല്ലാ ഐതിഹ്യങ്ങളെയും വിശ്വാസങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കലാകാരന്മാരാണെങ്കിൽ മനസ്സ് നിറയും. കാരണം ശരിക്ക് ഒരു ഭഗവാന്റെ, ഗുരുവായൂരപ്പന്റെ ഒരു പ്രണയമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണത്. പ്രണയം, നല്ല സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ് ഗുരുവായൂര്. പ്രത്യേകിച്ച് അവിടെ എത്തുമ്പോൾ തന്നെ അതിൻ്റെ ആ മുൻഭാഗത്ത്, ആ കിഴക്കേനട ഭാഗത്തുള്ള കുറെ കടകളും അവിടുന്ന് ഉണ്ടാകുന്ന ഭക്തിഗാനങ്ങളും അങ്ങനെ എല്ലാം കൊണ്ടും എന്താ മനസ്സ് നിറയും. അതുകൂടാതെ തന്നെ അവിടെ ഓഡിറ്റോറിയത്തിൽ ഉണ്ടാവുന്ന നൃത്തശില്പങ്ങൾ, കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സ് നിറയും. ഞാനൊരു ഫീലിംഗ് വരുമ്പോൾ അപ്പോൾ തന്നെ ഗുരുവായൂർക്ക് ഓടുന്ന ആളാണ്. ഒരു പ്രത്യേകതരം സ്പിരിച്വാലിറ്റി, ഒരു പോസിറ്റീവ് വൈബാണ് ഗുരുവായൂര്. കാരണം മനസ്സ് തളർന്ന് സങ്കടപ്പെട്ട് ചെല്ലുമ്പോൾ ഗുരുവായൂരപ്പൻ നമ്മളോട് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. രാത്രി 8 മണിയാകുമ്പോഴേക്കും അതിനെ നട അടയ്ക്കും. പിന്നെ രാവിലെ 3 മണിക്കാണ് രണ്ടാമത് നട തുറക്കുക. പക്ഷെ ഇതിന്റെ ക്യൂ രാത്രി 12-1 മണിക്ക് മുതലേ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ കല്യാണങ്ങള്, കാര്യങ്ങള്. ഇപ്പൊ ഞാൻ പോയതൊരു മഴ സമയത്താണ്, എന്നിട്ട് പോലും അവിടെ ആള് ഫുള്ളാണ്. പിറ്റേന്ന് കല്യാണത്തിന്റെ ഭക്തന്മാരും അവിടെ പരിപാടി നടത്തേണ്ട ആൾക്കാരും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. എന്താ പറയാ, ഗുരുവായൂർ എന്ന് പറയുമ്പോൾ തന്നെ മാനസികമായിട്ട് സന്തോഷമാണ്. അവിടെ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ പറ്റൂല എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറെ ആൾക്കാർ എടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട വെച്ചാല് നമ്മുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലുള്ള കലാപരിപാടികൾ, ഭരതനാട്യം, കുച്ചിപ്പുടി ഒക്കെയാണ്. ഒരുപാട് സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ പോലെ നല്ല ഒരുപാട് നിയന്ത്രണങ്ങളും ഉണ്ട്, സൗകര്യങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഗുരുവായൂര്. പക്ഷെ ഇനിയും അത് ഉയർത്തിയെടുക്കാൻ പറ്റും. കാരണം ഇപ്പൊ താമസ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഭജന ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷെ തിരുപ്പതി പോലൊക്കെയുള്ള മാസ്റ്റർ പ്ലാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂർ നല്ല മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഒരു ഭക്തൻ എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഒരുപാട് ജോലിയും തിരക്കും കാര്യങ്ങളും ഡിപ്രഷനും ഒക്കെ ഉള്ള സമയത്തും ഗുരുവായൂർ പോയി ഒന്ന് താമസിച്ച് ഒരു ദിവസം അവിടെ താമസിച്ച് തൊഴുത് മടങ്ങുമ്പം കിട്ടുന്നൊരു ആനന്ദം. മേൽപ്പത്തൂര് ഓഡിറ്റോറിയത്തില് തിരുവാതിരക്കളിയും ഒക്കെ ഉണ്ട്. ഓരോരോ ടീമിന്റെ മനോഹരമായിട്ടുള്ള കലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ. കലാകാരന്മാർക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക വൈബാണ്. ഇതിങ്ങനെ കണ്ട് ലയിച്ചിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ വേറൊരു ലോകത്ത് എത്തിയൊരവസ്ഥയാണ്. മേൽപ്പത്തൂര് ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ അടുത്ത പ്രോഗ്രാം, ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ അവിടെ ആ ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട്. അതെല്ലാവർക്കും കാണാം. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും കാണാം. ഞാനും അത് കണ്ട്. അത് കഴിയുമ്പോൾ വേറെ പ്രോഗ്രാം വരും. ഇതൊക്കെ ഓരോരോ കലാസംഘങ്ങളാണ്. കേരളത്തിന്റെ പല പല ഭാഗങ്ങളിലുള്ള ടീമുകൾ, കലാസംഘങ്ങൾ വന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാമുകളും തിരുവാതിരക്കളിയും പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് അവരെ സംബന്ധിച്ചും ഭഗവാന്റെ മുന്നിൽ ഒരു അരങ്ങേറ്റം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമാണ്, കലാപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ്. അപ്പൊ നമ്മൾ കണ്ടു നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചെന്താണ്, നമുക്ക് മാനസികമായിട്ടുള്ള ഉന്മേഷം. അവിടെ വേറെ DJ പാട്ടോ ഡാൻസോ ഒന്നും ഇല്ല. അങ്ങനെയുള്ള ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, തിരുവാതിരക്കളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ അരങ്ങേറുക. ഒരുപാട് പേര് ഈ ഒരു പ്രോഗ്രാം കാണാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ വേറെ പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 12-1 മണി വരെയൊക്കെ സമയത്തൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നാലമ്പലത്തിനുള്ളിൽ തൊഴിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും പുറത്ത് ഇങ്ങനെയുള്ള കലാപ്രവർത്തനങ്ങളും കലാകാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വളരെ സന്തോഷകരമായ ദിവസങ്ങളാണ്. ഗുരുവായൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ മറ്റേത് ക്ഷേത്രം പോലെയല്ല, എപ്പോഴും ആൾക്കാരുണ്ടാവും.
എപ്പോഴും ആൾക്കാരുടെ ക്ഷേത്രം കൂടിയാണ് ഗുരുവായൂർ. ആ പ്രോഗ്രാം കഴിഞ്ഞു. അതിനുശേഷം വേറൊരു ടീമിൻ്റെ ഒരു ഗ്രൂപ്പ് ഐറ്റംസ് ആണ്. അത് മനോഹരമായ കോസ്റ്റ്യൂമും കാര്യങ്ങളും ഒക്കെ ഇട്ട് അവരുടെ സംഘനൃത്തം പോലുള്ള ഒരു പ്രോഗ്രാം, അതും കണ്ട് ആസ്വദിച്ചു. ഭയങ്കര മനസ്സ് നിറഞ്ഞു എന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ടീമിൻ്റെ പ്രോഗ്രാം, അങ്ങനെ ഒരുപാട് ടീമിൻ്റെ പ്രോഗ്രാമുകളാണ് അന്നിറങ്ങിയത്. ഇതൊക്കെ നൃത്ത സംഗീത വിദ്യാലയങ്ങൾ ഒക്കെ ഉണ്ട്. ഗാനമേള വെച്ചാൽ ഭക്തിഗാനമേളയാണ് കേട്ടോ. ഞാൻ പോയെന്ന് ഭക്തിഗാനമേള ഇല്ല, അന്ന് നൃത്തങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഭക്തിഗാനമേളകൾ, നൃത്തങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും മനോഹരമായ ദിവസങ്ങൾ, മനോഹരമായ ഇവരൊക്കെ ഈ കോസ്റ്റ്യൂമും ഈ മുഖത്തെ പ്രസൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. നൃത്തത്തിനും സംഗീതത്തിനും ഒക്കെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഒരു വ്യക്തിയെ മാനസികമായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളത് ഈ ഒരു കലായുടെ ഏറ്റവും വലിയൊരു ഇതാണ്. നമ്മുടെ മനസ്സിൽ ടെൻഷനൊക്കെ മാറിയിട്ടതാവും. പിന്നെ ഞാൻ പുറത്തിറങ്ങി, അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി, മൊത്തം ഒന്ന് ചുറ്റിക്കണ്ട്. അപ്പോൾ ഇവിടെ മുല്ലപ്പൂവൊക്കെ വെക്കുന്നത്. അപ്പം ഇങ്ങനെ ഏകദേശം 12-1 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. പിറ്റേത് രാവിലേക്ക് ഉള്ളതാണ്. രാവിലേക്ക് കല്യാണ ടീമിനൊക്കെ ബുക്ക് ചെയ്താണ്. ഒരു കടലൊക്കെ വാങ്ങിച്ച്, കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് ഒക്കെ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉള്ളിൽ പോയി തൊഴുതു. പിന്നെ അങ്ങോട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ പുറത്ത് കൂടെ ഒക്കെ ഇങ്ങനെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഫുള്ളൊന്ന് കണ്ട്, ഭയങ്കര വൈബ്, എല്ലാം ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച്, നമുക്ക് എന്താ പറയുക, ഒരു 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 ഭയങ്കരമായ സന്തോഷമാണ്. ഏതോ ഒരു സ്ഥലത്ത് എത്തിയ ഒരു അവസ്ഥയാണ്. ക്ഷേത്ര നഗരികൾ പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം? ക്ഷേത്ര നഗരികൾ എപ്പോഴും എൻജോയ്മെന്റ് ആയിരിക്കണം. അപ്പോൾ ഗുരുവായൂർ ഒരുപാട് നിയന്ത്രണങ്ങളും ഒരുപാട് തിക്കും തിരക്കും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടേക്കൊക്കെ ഭക്തന്മാർ വരുന്നുണ്ട്. ഭക്തന്മാർ വരാതിരിക്കുന്നില്ല. പിന്നെ ഈ മുല്ലപ്പൂ പറഞ്ഞാൽ വ്യത്യസ്തമായ മുല്ലപ്പൂ, വ്യത്യസ്തമായ മാലകൾ, ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആ സംഭവമൊക്കെ. കാരണം പിന്നെ അത് മാത്രമല്ല, പുതിയ ആ, നടപ്പാലം, അതായത് നമ്മൾ ഈ കവാടം കുറച്ച് മുന്നോട്ട് നീട്ടി പുതിയ തൂണുകളൊക്കെ വെച്ച് പഴയതൊക്കെ പൊളിച്ചൊഴിവാക്കി ആ തൂണുകളൊക്കെ മനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഓരോ തൂണും ചിത്രപ്പണികളും കാര്യങ്ങളും, അതുപോലെ ഭഗവാന്റെ 10 അവതാരങ്ങളെ പറ്റിയുള്ള കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിലും ഉണ്ട്. ഓരോരോ ഭഗവാന്റെ 10 അവതാരങ്ങളെ ഫോട്ടോസ് അതിൽ കൊത്തുപണിയിൽ തീർത്ത്, അതുപോലെ ദേവിമാരതും ഒക്കെ തീർത്ത് മനോഹരമായിട്ടുള്ള രീതിയിൽ കൂടിയാണ് ഇത്. പിന്നെ അതുകൂടാതെ ഗുരുവായൂർ ചുമർ ചിത്രങ്ങൾ, അത് മനോഹരമാണ്. അപ്പോഴും ആ സമയത്തൊക്കെ ഇഷ്ടമാതിരി ആൾക്കാരുണ്ട്. ചുമർ ചിത്രങ്ങൾ പറഞ്ഞാൽ മനോഹരമാണ്. ഇതൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ തന്നെയാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. നല്ല മനോഹരമായ ചുമർ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതെല്ലാം നമ്മുടെ പുരാണത്തിലെ കഥകളൊക്കെ പറയുന്നതും, പുരാണത്തിലെ കഥകളും കാര്യങ്ങളും, ആ ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തിലെ ഒരുപാട് സംഭവങ്ങൾ ഉൾക്കൊണ്ടുള്ള ഒരുപാട് മനോഹരമായ സംഭവമാണ് അതിലുള്ളത്. ഏതായാലും മനോഹരമായിട്ടുള്ള ഒരു ദിവസങ്ങൾ, മനോഹരമായ യാത്ര. നമ്മളിപ്പോൾ ഇനി പോകുന്നത് പടിഞ്ഞാറ് നടക്കാണ്. പടിഞ്ഞാറിലെ വിശേഷങ്ങൾ അറിയാം. ഞാൻ എൻ്റെ പ്രധാന തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പടിഞ്ഞാറ് നടയിലേക്ക് നടന്നു നീങ്ങി. പടിഞ്ഞാറ് നടയിൽ എന്താ പറയുക വെച്ചാൽ ഒരുപാട് ആൾ കുറവുള്ള ഒരു ഭാഗമാണ്. ഭൂരിപക്ഷം ആൾക്കാരും കിഴക്കേ നടയിലുള്ളത്. പക്ഷെ പടിഞ്ഞാറ് നടയിലെ ബാങ്ക് സൗകര്യം, ATM സൗകര്യങ്ങളും സാധനങ്ങൾ വെക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. നമ്മുടെ ബാഗും സാധനമൊക്കെ വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത് കിഴക്കേ നടയിലുണ്ട്. അപ്പോൾ പതിനാറ് സൈലന്റ് ഒരു ഏരിയ ആണ്, സൈലന്റ് ഭാഗമാണ്. പടിഞ്ഞാറ് കുറച്ച് അപ്പുറത്താണ് KSRTC ബസ് സ്റ്റാൻഡൊക്കെ ഉള്ളത്. ഏതായാലും പടിഞ്ഞാറ് എത്തി. പിന്നെ അവിടുന്ന് ഇങ്ങനെ നടന്ന് പടിഞ്ഞാറ് നടന്ന് ഞാൻ പതുക്കെ കുളത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോകാനുള്ള ശ്രമമായിരുന്നു. അപ്പോൾ കുളത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ കുറച്ച് കടകളൊക്കെ കയറി, കുറച്ച് പർച്ചേസും കാര്യമൊക്കെ ചെയ്ത് പിന്നെ കുളത്തിലെത്തിയപ്പോൾ കുറച്ച് കുളത്തിന്റെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാരൻ പറഞ്ഞ പറ്റൂല, അതിനുള്ള അംഗീകാരം ഇല്ലായിരുന്നു. പിന്നെ നേരെ വീണ്ടും വന്ന് നമ്മുടെ പുലർച്ചയ്ക്ക് ഉള്ള വഴിപാടിനുള്ള താമരപ്പൂവും കാര്യങ്ങളും പൂക്കളൊക്കെ ഇതാക്കുന്ന പൂക്കടയിൽ കയറി. മനോഹരമായ വിഷ്വൽ, നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ തയ്യാറാക്കി ഭക്തന്മാർ ഭഗവാൻ കൊടുക്കണം. പിന്നെ നേരെ KSRTC പിടിച്ച് KSRTC പതുക്കെ നടന്ന് ഞാൻ കോട്ടയത്തേക്ക് പോവാണ്. അപ്പം പോകുന്ന പോക്കിലാണ് ഭഗവാനെ ദർശിച്ചത്. നേരെ KSRTC കയറിയിട്ട് ഞാൻ നല്ല കോട്ടയം പോകണം. നേരം വിളിക്കുമ്പോൾ കോട്ടയം എത്തണം. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, N4 നജ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.